നമസ്കാരം. ഇന്ന് നമുക്ക് സിവിൽ പ്രൊസീജിയർ കോഡിലെ ഇഷ്യൂസ് എന്താണ് എന്ന് നോക്കാം. സാധാരണ എല്ലാ സിവിൽ കോടതികളിലും ഇഷ്യൂസ് എന്നത് സാർവജനീനമായി പറഞ്ഞു കേൾക്കാറുള്ള ഒരു വാക്കാണ്. ഇഷ്യൂസ് സാധാരണഗതിയിൽ ഒരു വഴിയാണ്. അത് നമ്മുടെ ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുവാനുള്ള ഒരു പാത്വേ ആയിട്ട് കണക്കാക്കപ്പെടും. അതുകൊണ്ട് തന്നെ കോടതി അതിൽ ഇഷ്യൂസ് ഫ്രെയിം ചെയ്യുകയും വാദിഭാഗത്തിനും പ്രതിഭാഗത്തിനും ഇഷ്യൂസ് സജസ്റ്റ് ചെയ്യുവാനും സാധിക്കും. അതേ അവസരത്തിൽ തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും ഇഷ്യൂസ് സ്ട്രൈക്ക് ഔട്ട് ചെയ്യുവാനും ആഡ് ചെയ്യുവാനും ഉള്ള അധികാരം കോടതിക്ക് ഉണ്ട്. അപ്പോൾ ഇഷ്യൂസ് സാധാരണഗതിയിൽ ഒരു കേസിൻ്റെ തർക്കത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. തർക്കമില്ലാത്ത കേസുകളിൽ ഇഷ്യൂസ് ഫ്രെയിം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് CPC പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ക്രിമിനൽ കോടതിയിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുക എന്ന് പറയാറുണ്ടല്ലോ, ഫ്രെയിമിംഗ് ഓഫ് ചാർജ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് സിവിൽ കോടതിയുടെ ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ സാധാരണഗതിയിൽ കോടതിയിൽ സിവിൽ കേസുകൾ നടത്തുന്നത്. ഇഷ്യൂസ് ഫ്രെയിം ചെയ്തതിന് ശേഷം ആ ഇഷ്യൂസ് രണ്ട് പാർട്ടിക്കാർക്കും, വാദിഭാഗത്തിനും പ്രതിഭാഗത്തിനും കോടതിയിൽ നിന്നും അത് അവൈലബിൾ ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒരു വഴികാട്ടിയാണ് എന്ന് പറയുവാൻ സാധിക്കും. സിവിൽ പ്രൊസീജിയർ കോഡിലെ ഓർഡർ 14, 15 എന്നിവയിലാണ് ഈ ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നത്. ചെറിയ രണ്ട് ചാപ്റ്ററുകളായിട്ടാണ് ഓർഡർ 14, ഓർഡർ 15 ഇഷ്യൂസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതിൽ ഈ ഓർഡർ 14 ഒന്ന് തന്നെ ഒരു പക്ഷേ നമുക്ക് ഇഷ്യൂ എന്താണ് എന്നൊരു ഡെഫിനിഷൻ ഇതിൽ കാണില്ല എങ്കിലും ഈ ഓർഡർ 14 റൂള് 1, സബ് റൂൾ 1, 2 എന്നിവ വായിക്കുന്നതിലൂടെ നമുക്ക് ഇഷ്യൂ എന്താണ് എന്ന് മനസ്സിലാവും. ഇപ്പോൾ ഓർഡർ 14 റൂൾ 1 പറയുന്നു ഇഷ്യൂസ് എറൈസ് വെൻ എ മെറ്റീരിയൽ പ്രൊപ്പോസിഷൻ ഓഫ് ഫാക്ട് ഓർ ലോ is affirmed by the one party and denied by the other. അപ്പോൾ ഒരു ആള് അയാളുടെ മെറ്റീരിയൽ പ്രൊപ്പോസിഷൻ അഫേം ചെയ്യുകയും രണ്ടാമത്തെ ആൾ അത് ഡിനൈ ചെയ്യുകയും ചെയ്യുമ്പോൾ ആണ് ഇഷ്യൂസ് എറൈസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നു മെറ്റീരിയൽ പ്രൊപ്പോസിഷൻ എന്താണ്. അതിൻ്റെ ഉത്തരമാണ് 2 പറയുന്നത്. മെറ്റീരിയൽ പ്രൊപ്പോസിഷൻസ് ആർ ദോസ് പ്രൊപ്പോസിഷൻസ് ഓഫ് ലോ ഓർ ഫാക്ട് which a plaintiff must allege in order to show a right to sue or a defendant must allege in order to constitute his defense. അതാണ് മെറ്റീരിയൽ പ്രൊപ്പോസിഷൻ. എന്താണ് മെറ്റീരിയൽ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാദിയെ സംബന്ധിച്ച് അയാൾക്ക് കേസ് കൊടുക്കുന്നതിന് ആധാരമായിട്ടുള്ള സംഗതി എന്താണോ, നിയമപരമായ അല്ലെങ്കിൽ വസ്തുതാപരമായ സംഗതി എന്താണോ അതാണ് മെറ്റീരിയൽ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. കേസ് കൊടുക്കുന്നതിന് ഒരു വാദിക്ക് നിയമപരമായിട്ടോ വസ്തുതാപരമായിട്ടോ ലഭിക്കുന്ന അവകാശത്തിനെയാണ് മെറ്റീരിയൽ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അത് ഡിനേ ചെയ്യുന്നതിനുള്ള പ്രതിയുടെ ഒരു അവകാശം, അതിനെ എന്ത് പറയുന്നു, പ്രതിയുടെ മെറ്റീരിയൽ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നു. or a defendant must allege in order to constitute his defense. ആ വാദി കൊടുത്ത അവകാശം നിയമപരമായ വസ്തുതാപരമായ സംഗതികളിലൂടെ വാദി ഉന്നയിക്കുന്ന അവകാശത്തിനെ ഡിനേ ചെയ്യുന്നതാണ് പ്രതിയെ സംബന്ധിച്ചുള്ള അയാളുടെ മെറ്റീരിയൽ പ്രൊപ്പോസിഷൻ. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ പ്രൊപ്പോസിഷൻ ആൻഡ് ഇഷ്യൂസ്. ഈ ഇഷ്യൂസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇഷ്യൂസ് 2 തരത്തിലുണ്ട്. ഇഷ്യൂസ് ഓഫ് ഫാക്റ്റ് ഉണ്ട്, ഇഷ്യൂസ് ഓഫ് ലോ ഉണ്ട്, പിന്നെ മിക്സഡ് ക്വസ്റ്റ്യൻ ഓഫ് ഫാക്റ്റ് ആൻഡ് ലോയും ഉണ്ട്. അപ്പോൾ ഇതിൽ ഇഷ്യൂസ് ഓഫ് ഫാക്റ്റ് സാധാരണഗതിയിൽ നമ്മൾ ട്രയൽ നടത്തി തീരുമാനിക്കേണ്ടതാണെങ്കിൽ ട്രയൽ നടത്തിയാണ് തീരുമാനിക്കുന്നത്. ഇഷ്യൂസ് ഓഫ് ലോ വരുമ്പോൾ ട്രയലിൻ്റെ ആവശ്യമില്ല, അത് തന്നെ പരിഹരിക്കപ്പെടാൻ സാധിക്കുമെങ്കിൽ അത് അങ്ങനെ തന്നെ പരിഹരിക്കപ്പെടും. പിന്നെ മിക്സഡ് ക്വസ്റ്റ്യൻ ഓഫ് ലോ ആൻഡ് ഫാക്റ്റും വരാറുണ്ട്. അതും ട്രയലിലൂടെയാണ് സാധാരണഗതിയിൽ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാദിയെ സംബന്ധിച്ച് അയാൾ ഒരു അന്യായം കോടതിയിൽ ഫയൽ ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് ഹിയറിങ്ങിന് ശേഷം
വാദിഭാഗത്തു നിന്നുള്ള അന്യായവും പ്രതിഭാഗത്തു നിന്നുള്ള പത്രികയും വായിച്ച് കേട്ട് കക്ഷികളെയും അവരുടെ അഡ്വക്കേറ്റിനെയും കേട്ട് തർക്കവസ്തുത മനസ്സിലാക്കി അതിനുശേഷമാണ് ഇഷ്യൂസ് ഫ്രെയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിക്ക് തർക്കമില്ലെങ്കിൽ ഇഷ്യൂസ് ഫ്രെയിം ചെയ്യേണ്ട ആവശ്യവും ഇല്ല. സാധാരണ നിലയിൽ എല്ലാ ഇഷ്യൂവും കോടതി തീരുമാനിക്കും. എന്നാൽ ഇഷ്യൂ ഓഫ് ലോ വരുന്ന സംഭവങ്ങൾ, അതായത് ക്വസ്റ്റ്യൻ ഓഫ് ലോ റൈസ് ചെയ്യുന്ന ഒരവസരത്തിൽ ജൂറിസ്ഡിക്ഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബാർ ഓഫ് ദ സ്യൂട്ട് ബൈ എനി ലോ എക്സിസ്റ്റിംഗ്, ഏതെങ്കിലും നിയമപരമായ തടസ്സം ഈ കേസ് പരിഗണിക്കുന്നതിന് ആ കോടതിക്കുണ്ട് എന്ന് തോന്നുകയാണെങ്കിലോ, അല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷനെ സംബന്ധിച്ച് അധികാരപരിധിയെ സംബന്ധിച്ച എന്തെങ്കിലും തർക്കം ഉണ്ട്, അത് നിലനിൽക്കുന്നതാണ് എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിലോ ആ വസ്തുത ആദ്യം തീരുമാനിക്കാവുന്നതാണ്. അതിനുശേഷം മറ്റ് ഇഷ്യൂസ് തീരുമാനിച്ചാൽ മതിയാകും. ഇഷ്യൂസ് തീരുമാനിക്കുന്നതിനായി ഫാക്റ്റ്, ലോയ് എന്നിവയെ സംബന്ധിച്ച് പാർട്ടീസ് തമ്മിൽ എന്തെങ്കിലും എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അതും ഇഷ്യൂസായി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു ആർബിട്രേഷൻ എഗ്രിമെൻ്റ് ഉണ്ട് എന്നിരിക്കട്ടെ. ഇപ്പോൾ ആർബിട്രേഷൻ എഗ്രിമെൻറ്റിനകത്ത് ഒത്തിരി വ്യവസ്ഥകൾ കാണും. ഡീഫാൾട്ട് വന്നാൽ ഇത്ര രൂപയാണ് കൊടുക്കേണ്ടത്, ഇത്ര നാളുകൊണ്ട് ഇത്ര രൂപയാണ് അടച്ചു തീർക്കേണ്ടത്, അതുപോലെ ഇത് പരിഗണിക്കേണ്ട കോടതിയുടെ അധികാരപരിധി ഇന്ന അധികാരപരിധിയിലുള്ള സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ ഇന്ന കോടതികളാണ് അത് പരിഗണിക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന കോടതി ഇത് പരിഗണിക്കലിൽ നിന്നും വിലക്കിയിരിക്കുന്നു. ഇത്തരം സംഗതികളെ സംബന്ധിച്ച് എന്തെങ്കിലും എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റിലെ സംഗതികൾ, അതിൻ്റെ ഫാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതകൾ ഇഷ്യൂസായി ചേർക്കാവുന്നതാണ്. അതുപോലെ കക്ഷികൾ തമ്മിൽ തർക്കമില്ലെങ്കിൽ ആദ്യ ഹിയറിങ്ങിൽ തന്നെ കേസ് തീർപ്പാക്കാം. ഏതെങ്കിലും പ്രതിക്ക് തർക്കമില്ലെങ്കിൽ കേസ് തർക്കമില്ലാത്ത പ്രതിക്കെതിരെ വിധിക്കാവുന്നതാണ്. ബാക്കി പ്രതികളുടെ കേസ് നടത്തിക്കൊണ്ടുപോയാൽ മതി. അതുപോലെ തന്നെ ഇഷ്യൂസ് ഫ്രെയിം ചെയ്തതിന് ശേഷം പാർട്ടീസ് കൂടുതൽ തെളിവ് ഹാജരാക്കാനുണ്ടെങ്കിൽ അതനുസരിച്ച് തെളിവിനായി മാറ്റുകയും അല്ലെങ്കിൽ കോടതിക്ക് ജഡ്ജ്മെൻറ്റ് പറയുകയും ചെയ്യാം. ഇഷ്യൂസ് ഫ്രെയിം ചെയ്തതിന് ശേഷം കൂടുതൽ തെളിവ് ഹാജരാക്കാനുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതെന്തിലേക്ക് വരും? സ്വാഭാവികമായിട്ട് ഒരു ട്രയലിലേക്ക് പോയി, അല്ലെങ്കിൽ ആ ട്രയലിന് മുമ്പുള്ള നമ്മുടെ കോടതി ഭാഷയിൽ പറഞ്ഞാൽ പ്രീ ട്രയൽ സ്റ്റെപ്പ് എന്ന് പറയും. ആ പ്രീ ട്രയൽ സ്റ്റെപ്പിലേക്ക് വരുന്നു, അതിനുശേഷം ട്രയലിലേക്ക് പോകുന്നു. അതല്ല, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തർക്കമില്ലാത്ത പ്രതിക്കെതിരെയാണെങ്കിൽ ജഡ്ജ്മെൻറ്റ് പാസ്സാക്കാം. ആർക്കും തർക്കമില്ലെങ്കിൽ അതനുസരിച്ച് ഇത് പാസ്സാക്കാം. ഇഷ്യൂസ് ഫ്രെയിം ചെയ്തതിന് ശേഷം തെളിവുകളൊന്നുമില്ല, കോടതി ഇത് തീരുമാനിച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹിയറിങ്ങിന് ശേഷം കോടതിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം. അതല്ല, തെളിവുണ്ട്, ഓറൽ എവിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സാധാരണഗതിയിൽ നമ്മളെ ഈ പാർട്ടീഷൻ സ്യൂട്ട്, ഫോഴ്സ്ഫുൾ എവിക്ഷൻ്റെ സ്യൂട്ടുകൾ, ഇത്തരം സംഗതികൾ ഇഷ്യൂസ് ഫ്രെയിം ചെയ്തതിന് ശേഷം തന്നെ കോടതിക്ക് അതിനകത്ത് ഡോക്യുമെൻ്ററി എവിഡൻസോ ഓറൽ എവിഡൻസോ ഉണ്ടെങ്കിൽ, നിലവിലുള്ള ഡോക്യുമെൻ്ററി എവിഡൻസുകൾ വെച്ച് തന്നെ തീരുമാനിക്കാൻ സാധിക്കുമെങ്കിൽ ആ ഇത് വെച്ച് തന്നെ കോടതിക്ക് അതിനകത്ത് ജഡ്ജ്മെൻറ്റ് പാസ്സാക്കാം. അതല്ല, വലിയ തർക്കം ഉണ്ടെങ്കിൽ മാത്രമേ അത് പിന്നെ അതിനുശേഷം ട്രയലിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുള്ളൂ. അപ്പോൾ ചില സ്വഭാവത്തിലുള്ള കേസുകൾ, അപ്പം നിലവിലുള്ള എവിഡൻസുകളും പത്രികയിൽ ഈ ഏത് എക്സ്റ്റെൻറ്റ് വരെ അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് യഥാർത്ഥ വസ്തുതയെ സംബന്ധിച്ചൊരു തർക്കമില്ല എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ആ രീതിയിൽ കേസ് തീർക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇഷ്യൂസ് ഫ്രെയിം ചെയ്തതിന് ശേഷം ഡോക്യുമെൻറ്റ്സുകളൊന്നും പ്രത്യേകിച്ച് ഹാജരാക്കാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എവിഡൻസുകളൊന്നുമില്ല, ഡോക്യുമെൻ്റ് അല്ല എവിഡൻസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ കോടതിക്ക് ആ കേസ് തീർപ്പാക്കാം. അതല്ല, ഞങ്ങൾക്ക് കൂടുതൽ എവിഡൻസ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് എവിഡൻസിലേക്ക് മാറ്റുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്യൂസിൻ്റെ ഡെഫിനിഷൻ പറയുന്നില്ല എങ്കിലും ഓർഡർ 14 റൂള് 1.2 സബ് റൂൾ 1.2 ആണ് ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നത്. അതിതാണ്: ഇഷ്യൂസ് എറൈസ് വെൻ എ മെറ്റീരിയൽ പ്രൊപ്പോസിഷൻ ഓഫ് ഫാക്ട് ഓർ ലോ ഈസ് അഫേംഡ് ബൈ വൺ പാർട്ടി ആൻഡ് ഡിനൈഡ് ബൈ ദി അതർ. ഒരാൾ ഒരു അഫേം ചെയ്യുന്നു, ആ അഫേം ചെയ്തുകൊണ്ട് അയാൾ കൊടുക്കുന്നതാണ് അയാളുടെ അന്യായം എന്ന് പറയുന്നത്. അടുത്തതിൽ എന്ത് ചെയ്യുന്നു? പ്രതി വരുമ്പോൾ അത് ഡിനൈ ചെയ്യുന്നു. അപ്പോൾ ഒരു അഫർമേഷനും ഒരു ഡിനൈലും കൂടെ ചേരുമ്പോഴാണ് എന്ത് വരുന്നത്? ഇഷ്യൂസ് എറൈസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മെറ്റീരിയൽ പ്രൊപ്പോസിഷൻ എന്താണ് എന്ന് പറഞ്ഞാൽ, മെറ്റീരിയൽ പ്രൊപ്പോസിഷൻസ് ആർ ദോസ് പ്രൊപ്പോസിഷൻസ് ഓഫ് ലോ ഓർ ഫാക്ട് വിച്ച് എ പ്ലെയിൻറ്റിഫ് മസ്റ്റ് അലേജ് ഇൻ ഓർഡർ ടു ഷോ എ റൈറ്റ് ടു സ്യൂ. എനിക്ക് കേസ് കൊടുക്കുവാനുള്ള ഇന്ന കാരണങ്ങളാൽ അധികാരമുണ്ട് എന്ന് പറയുന്നത് പ്രതിയെ സംബന്ധിച്ചുള്ള ഒരു മെറ്റീരിയൽ പ്രൊപ്പോസിഷനാണ്. ഒരു ഡിഫൻഡൻറ്റ് മസ്റ്റ് അലേജ് ഇൻ ഓർഡർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഹിസ് ഡിഫൻസ്. അതിനെതിരായിട്ട് ഡിഫൻസ് കൊണ്ടുവരുന്നതാണ് പ്രതിയെ സംബന്ധിച്ചുള്ള ഒരു
ഇഷ്യൂ എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു വസ്തുതർക്കവുമായിട്ട് കോടതി ചെല്ലുന്നു. അപ്പോൾ എനിക്കുള്ള റൈറ്റ്, നിയമപരമായിട്ടുള്ള എൻ്റെ അവകാശം ആ പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ ഡീഡാണ്. അപ്പോൾ പ്രതി പറയുകയാണ് ടൈറ്റിൽ ഡീഡ് ഉണ്ടെങ്കിലും എനിക്കിതിൽ അഡ്വൈസ് പൊസഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഹിസ് ഡിഫെൻസ്. അതാണ് ഇതിനകത്ത് ഉള്ള ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അലീജ് ചെയ്യുന്നതാണ് വാദിഭാഗത്തു നിന്നുള്ള റൈറ്റും പ്രതിഭാഗത്തു നിന്നുള്ള ഡിനയിലും. അതാണ് മെറ്റീരിയൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. നന്ദി, നമസ്കാരം.